വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു ജയനും വിജയനും. ഒരിക്കൽ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിനായി ബ്രഹ്മപുത്രന്മാരും വലിയ വിഷ്ണു ഭക്തന്മാരുമായ സനകാദികൾ എന്നറിയപ്പെടുന്ന 4 സന്യാസിമാർ വൈകുണ്ഠത്തിൽ എത്തി. അപ്പോൾ ജയവിജയന്മാർ ഇവരെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെ അനാദരിച്ചു. ഇതിൽ കോപം വന്ന സനകാദികൾ അവരിരുവരെയും ദാനവന്മാരായിത്തീരട്ടെ എന്ന് ശപിക്കുന്നു. അവർ തങ്ങൾ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് ക്ഷമ ചോദിക്കുകയും ശാപമോക്ഷം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ക്രോധമടങ്ങിയ സനകാദികൾ അവർക്ക് ശാപമോക്ഷം നൽകി ഇങ്ങനെ പറഞ്ഞു: അടുത്ത 3 ജന്മം അസുരന്മാരായി ജനിച്ച് മഹാവിഷ്ണുവിന്റെ കൈകളാൽ നിഗ്രഹിക്കപ്പെട്ട് ശാപമോക്ഷം ലഭിക്കട്ടെ എന്ന്. അങ്ങനെ അവർ കശ്യപ പ്രജാപതിയുടെയും അസുരമാതാവ് തിഥിയുടെയും പുത്രന്മാരായി ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജനിച്ചു. ഒരിക്കൽ ഹിരണ്യാക്ഷൻ സമുദ്രത്തിലിറങ്ങി ഗദ കൊണ്ട് തിരമാലകളെ താടനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വരുണദേവൻ ഭയചകിതനാവുകയും മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു വരാഹവേഷം കൈക്കൊണ്ട് സമുദ്രഭാഗത്തേക്ക് പോകുന്നു. തൽക്ഷണം ഹിരണ്യാക്ഷൻ ഭൂലോകത്തെ കയ്യിലേന്തി പാതാളത്തിലേക്ക് പലായനം ചെയ്തുവെന്നും വരാഹം അവിടെ ചെന്ന് ഹിരണ്യാക്ഷനെ വധിച്ച്